പോകേണ്ടുന്ന വഴി ഞാൻ കാണിച്ചു തരും. ഐ വിൽ ഷോ യു ദ വേ ടു ഗോ. പല കുടുംബങ്ങളിലും നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഭാവി ജീവിതത്തിലെ തീരുമാനങ്ങളെക്കുറിച്ച് ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ ഈ വചനം ഇതാ കടന്നു വരുന്നു. ഞാൻ നിങ്ങൾക്ക് മുൻപേ പോയി വഴി ഒരുക്കി തരും. പഴയ നിയമത്തിൽ പുതിയതായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാ പ്രവാചകന്മാരിൽ കൂടെയും അതുപോലെ തന്നെ രാജാക്കന്മാരിൽ കൂടെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാഗൽഭ്യമുള്ള ആളുകളിൽ കൂടെയൊക്കെ ദൈവത്തിൻ്റെ സംസാരം കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, രാജാക്കന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ പിതാക്കന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ടുണ്ട്. കർത്താവ് സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയപ്പെടാത്ത വഴികളിലെല്ലാം ദൈവം തൻ്റെ വഴികൾ കാണിക്കേണ്ട സമയത്ത് ദൈവം ഒരു മെത്തേഡ് തീരുമാനിച്ചെടുക്കും. അത് നമ്മളല്ല പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരാൾ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ജോഷുവ. ജോഷുവയോട് ദൈവം തമ്പുരാൻ മോശ കഴിഞ്ഞപ്പോൾ വാഗ്ദത്ത ഭൂമി പ്രാപിച്ചെടുക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചാക്കിയ വ്യക്തിയാണ് ജോഷുവ. ജോഷുവയ്ക്ക് ഉടനടി ഉത്തരം കിട്ടുന്നില്ല. ജോഷുവയോട് ദൈവം പറയുന്നുണ്ട്, ഈ 3-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, യേശുക്രിസ്തു യേശു പിതാവാം ദൈവവും അവർ 3 പേരും ഒന്നുപോലെയാണ് പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴി ഉപദേശിച്ചു തരും. അവന് ആ ഭാഗം ഒന്ന് വായിക്കാം. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കളെല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാനക്കരെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. നമ്മൾ എബ്രായൻ എന്ന് പറഞ്ഞാൽ കര, അതായത് ഈ കരയിൽ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് അപ്പുറത്തോട്ട് പോകേണ്ടിയവനാണ്. അപ്പം നമ്മൾ യാത്ര ചെയ്യേണ്ട ഈ വഴിയിൽ യോർദാൻ അരികെ വന്ന് അങ്ങനെ എങ്ങനെ കടക്കുമെന്ന് പറഞ്ഞ് അവിടെ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചത്. 3 ദിവസത്തെ അപ്പം 3 ദിവസവും ഇവർക്ക് ഒരു ഉത്തരവും കിട്ടിയില്ലെന്ന് ഓർക്കണം. അവർ 3 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രമാണികൾ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെ അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. അപ്പോൾ ഒരു തീരുമാനം, ഒരു സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കി. നിങ്ങൾ ചെല്ലണം. എന്നിട്ട് എന്താ പറയുന്നത്, എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം, അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ശരിയാണ്, ഈ ഒരു വഴിക്ക് നമ്മൾ മുമ്പേ പോയിട്ടില്ലല്ലോ എന്നുള്ളൊരു സത്യം അവിടെ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ പോയ വഴിയല്ല ഇന്ന് പോകുന്നത്. നമ്മൾ ആരും തീരുമാനിച്ച വഴി കൂടെ അല്ല നമ്മൾ പോയിരിക്കുന്നത്. ജനിച്ചപ്പം നമ്മൾ തന്നെ കടന്നു വന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മാതാപിതാക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിവാഹം കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മക്കളുണ്ടാകുന്നു. ഇതൊക്കെ നമ്മളാരും നിയോഗിച്ച വഴിയല്ല. നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ദൈവം എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ പോകേണ്ടുന്ന വഴി എന്തെന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഈവൻ കുടുംബജീവിതത്തിൽ പോലും നമുക്കറിയത്തില്ല. നമ്മുടെ മക്കളെ എന്തിനു പറഞ്ഞു വിടണം, ഏത് ജോലി പഠിപ്പിക്കും, ഏത് ട്രേഡിന് വിടണം, എന്താണ് അവരെ പഠിപ്പിക്കുക, നമുക്കറിഞ്ഞുകൂടാ. അതുപോലെ നമ്മുടെ കൂട്ടങ്ങ് ആക്കിയാൽ മതിയെന്ന് നമ്മൾ ചെയ്യുന്നത്, അത് നടക്കത്തുമില്ല. ഈ എല്ലായിടത്തും നമുക്ക് പോകാൻ അറിയാൻ വയ്യാത്ത ചില വഴികൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്ത് ഇവിടെ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യോശുവയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ജോഷുവായി കൂടെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനോ. എന്തുകൊണ്ടാണ്? പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ദുഷ്ടപിശാച് അവൻ്റെ ആലോചന നടത്താൻ ഇഷ്ടം പോലെ ആളുകളെ കണ്ടുപിടിച്ചിരിക്കുമ്പം കറക്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അല്പസമയം എടുത്ത് ശുദ്ധീകരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഇരിക്കുക എന്നുള്ളതും കൂടാണ്. ചുമ്മാ ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞേച്ച് അതിലെല്ലാം ഓടി നടന്ന കാര്യം നടത്തുന്നു. യു സിറ്റ് വിത്ത് ദ ലോർഡ്, ദൈവത്തിൻ്റെ അടുക്കൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോഷുവായ്ക്ക് ആലോചന പറഞ്ഞു കൊടുത്തു. അവിടെ ആലോചന പറഞ്ഞു കൊടുത്തത് എന്താ? നിങ്ങളുടെ പുരോഹിതൻ ഈ പെട്ടകം എടുത്തുകൊണ്ട് നടക്കണം. ഞാൻ മോശയുടെ കൂടെ, ജോഷുവായോട് ദൈവം പറഞ്ഞു, ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് എൻ്റെ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. അപ്പം ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചു. കർത്താവ് ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഉയർത്തിയത് തന്നെ. അതിന് മുൻപിൽ പല തടസ്സം വരും. അതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടാം. നമ്മൾ നിൽക്കുന്നത് ക്രിസ്തുവിലാണ്, ഉറച്ചു നിൽക്കണം.
നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൽ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്ന് അരുളി ചെയ്യുക. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരുന്നെങ്കിൽ പഴയ നിയമത്തിൽ റെപ്രസെൻ്റ് ചെയ്തത് പേടകമായി, അല്ലെങ്കിൽ പെട്ടകം, അല്ലെങ്കിൽ സമാഗമന കൂടാരം. ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കർത്താവിൻ്റെ പൊന്ന്, അതായത് മന്ന വിട്ട് ദൈവത്തിൻ്റെ പെട്ടകത്തിനകത്ത്, ഈ പേടകത്തിനകത്ത് കർത്താവിൻ്റെ കൽപ്പനകളും മന്നയും അഹറോൻ്റെ തളിർത്ത വടിയും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനം പുരോഹിതന്മാർ അവരുടെ തോളത്ത് വെച്ച് കണ്ടിട്ട് യോർദാനിൽ വന്ന് കാല് ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായിട്ട് പിളരും. അതുവരെ ഇത് പിളരൂല. പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് വെള്ളത്തിൽ തൊടുമ്പോൾ അത് രണ്ടായിട്ടും മുറിയും. അതെവിടെ നിർത്താം? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ. നമ്മൾ ആവലാതി സങ്കടവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുക, അറിയാവുന്നവരോട് സഹായം ചോദിക്കുക, എങ്ങനെയാണ് ഉപദേശം വേണ്ടത് ദൈവം പറഞ്ഞു തരും. 3 ദിവസം ഉപവസിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉത്തരം കിട്ടുമ്പോൾ നമുക്കറിയാം അത് ഉത്തരം ദൈവത്തിൻ്റെ ആണെന്ന്. നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് അതറിയാം. നമുക്ക് പോകേണ്ടുന്ന വഴി എവിടെയെന്ന് അറിയാൻ വയ്യ. യെശയ്യാവിലും പറയുന്നുണ്ട്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്ന്, അതായത് നമ്മൾ ആദ്യമേ കാല് വെച്ചെന്നല്ലേ അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിങ്ങളുടെ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും, പോകുവിൻ, ഇതിലെയാണ് പോകേണ്ടത്, ഇതിലേ പോകുവിനെന്ന്. അതിന് സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു വലിയ ഷിപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഡോക്കിലെങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതങ്ങനെ കരയ്ക്കങ്ങനെ ഇരിക്കുകയാണ്. ഷിപ്പ് കരയ്ക്ക് ഇരിക്കുന്നിടത്തോളം കാലം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ അതിനെ ഇറക്കി തള്ളി വെള്ളത്തിനകത്ത്, ആഴമേറിയ വെള്ളത്തിനകത്ത് ഇട്ട് കഴിയുമ്പോൾ, ഇറക്കി കഴിയുമ്പോൾ പിന്നെ അതിനെ ഏത് സ്ഥലത്തിലേക്കും നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മനോവർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മളെത്ര വലിയ ശക്തിയുള്ള വ്യക്തികളാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പവർ എന്തെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളിങ്ങനെ കരയ്ക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ അവർക്ക് ഒട്ടും വിവരമില്ല. അതിൻ്റെ പിന്നത്തെ തലമുറ നോക്കുമ്പം ദൈവം ആരെന്ന് പോലും അറിയാൻ വയ്യ. അവനില്ല, മിത്തോളജിയാണെന്ന്. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള സത്യങ്ങൾ മിത്തോളജിയാണെന്ന് ബുക്കുകളിൽ എഴുതിയിട്ട് ഇന്ന് വരെ നമ്മളത് ഒപ്പോസ് ചെയ്തിട്ട് പോലുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുക. ഈ പ്രയാസത്തിൻ്റെയും ദുഷ്ടൻ്റെ പ്രവർത്തനത്തിൻ്റെ നടുക്കും കാലാകാലങ്ങളിൽ സത്യദൈവത്തെ അടച്ചു മാറ്റാൻ പിശാച് പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്നും ദൈവസഭ വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാ പറയുന്നുണ്ടല്ലോ, ഒരു കാലത്ത് സകല മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങും. അപ്പോൾ നമുക്കൊക്കെ പറയാൻ ഇത്ര പ്രായം വരെ ദൈവം നടത്തി. എത്രയോ മരണത്തിൻ്റെയും ദുഷ്ടൻ്റെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം ശക്തനായിട്ട് നിന്നിട്ട് കൂടുതൽ ശക്തിയോടെ നിർത്തുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മഹത്വം കാണിക്കാൻ. അവൻ വലിയവനാണെന്ന് അനുഭവത്തിൽ വിളിച്ചു പറയാൻ, ഏത് ശത്രുവിൻ്റെ മുമ്പിൽ ആരെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ക്രിസ്തുവിലാണ് ഉണ്ടാകേണ്ടത്. പഠിത്തം കൊണ്ടും ഡിഗ്രി കൊണ്ടൊന്നും അല്ലെന്ന്, പണം കൊണ്ടുമല്ല. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ, ഞാൻ നിൽക്കുമ്പോൾ യേശുവാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, യഹൂദയുടെ സിംഹമാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഉറപ്പ് വരണം. ഉറപ്പുണ്ടോ? ഉറപ്പില്ലേ? സാധാരണക്കാരോട് പറയുമ്പം, സാധാരണ ഞാൻ എന്നോട് പ്രയർ റിക്വസ്റ്റ് പറയുന്നവരുടെ എല്ലാം ഞാൻ കേൾക്കും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവരങ്ങനെ അങ്ങ് പോവുകയാണ് നെഗറ്റീവിൽ. ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്, അവിടെ നിർത്ത്, കരച്ചിട്ട് നിർത്ത്. അതിൻ്റെ എന്നോട് എന്താണെന്ന് പറ, ലെറ്റ് മീ ജസ്റ്റ് അനലൈസ് ഇറ്റ്. അതല്ലേ നമ്മുടെ ജീവിതം. ആരെങ്കിലും ഒരാൾ, ഇപ്പം നമ്മൾ വെള്ളത്തിനടിയിലോട്ടങ്ങ് പോവുക, അടിയിൽ പോയിട്ട് ശ്വാസം എടുക്കാൻ വയ്യാത്ത ഗതികേടായിട്ടുണ്ട്. അങ്ങനെയാണ് പലരും എന്നെ വിളിക്കുന്നത്. ആരെങ്കിലും ഒരു കൈയൊന്ന് അടിയിൽ കൊടുത്ത് അത് പൊങ്ങി മേളിലോട്ട് കയറി വരത്തില്ലേ? അതിന് പകരം അവരുടെ കഥകളെല്ലാം പറഞ്ഞു തീർത്ത് അവരെയും വിഷമിച്ച് നമ്മളെയും വിഷമിപ്പിച്ച് സംഗതി കുളമാക്കി കഴിയും. അങ്ങനെ അല്ലെന്നേ പരിശുദ്ധാത്മാവ് പറയുന്നത്. നന്മകൾ ചിന്തിക്ക്, ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ വിളിച്ചു പറ. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് സങ്കീർത്തനം 18:29, നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞങ്ങൾ മതിൽ ചാടി കടക്കും. രാജാവിൻ്റെ ഹൃദയം, സങ്കീർത്തനം 21:1, രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്ക് എങ്ങോട്ട് ഒഴുകണമെന്ന് തീരുമാനിക്കുന്നവൻ ദൈവമാണ്. ദൈവം മോശയോട് ദൈവത്തിന് വലിയ അടുപ്പമുണ്ടായിരുന്നു. അത് പറഞ്ഞ് ദൈവം ഇവിടെ വാഗ്ദത്തം കൊടുക്കുന്നു, ജോഷുവയുടെ ഞാനും നിൻ്റെ കൂടെ ഇരിക്കുന്നു. അത് തന്നെ, അതിലും എത്രയോ ഉന്നതമായ പദവിയിലാണ് നമ്മളെ ഇപ്പം ദൈവമാക്കി വെച്ചിരിക്കുന്നത്.
വേദപുസ്തകത്തിൽ ദൈവം തമ്പുരാൻ സംസാരിച്ചിട്ടുള്ള ഉറ്റബന്ധം സ്ഥാപിച്ചിട്ടുള്ള പല വ്യക്തികളെ കുറിച്ച് പറയാം. മോശയെക്കുറിച്ച് പറയാം, ദാവീദുണ്ട്, അതുപോലെ തന്നെ എസ്തറുണ്ട്, റൂത്തുണ്ട്. ഇവരോടൊന്നും വ്യക്തിപരമായിട്ടല്ലെങ്കിലും ദൈവപ്രവർത്തനം അവരിൽ കൂടെയും അവരുടെ കൂടെ നിൽക്കുന്നവരിൽ കൂടെയും പ്രവർത്തിച്ച് കാണിക്കുന്നു ദൈവം. ഏലിയ പ്രവാചകനുണ്ട്, എലീശയുണ്ട്. ഏത് പ്രവാചകൻ, ഏതൊരു ചെറിയ പ്രവാചകന്മാരെടുത്തു നോക്ക്, അവരിലും ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വലിപ്പച്ചെറുപ്പമല്ല, കർത്താവിന് വേണ്ടി നിൽക്കാൻ സന്നദ്ധത കാണിക്കുക. അതാണ് കർത്താവിൻ്റെ പുതിയ വഴികൾ മനസ്സിലാക്കാൻ. നേരത്തെ പോയിട്ടില്ലാത്ത വഴിയാണ് നമ്മുടെ ജീവിതം. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരുത്തർക്കും അറിയത്തില്ല. ഒരു പുരുഷൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരപ്പനാകുമ്പം മക്കളെ എങ്ങനെ വളർത്തേണ്ടിയെന്ന് പരിചയമില്ല. ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പം അവരുമായിട്ട് എങ്ങനെയാണ് പരിചയമില്ല. സ്ത്രീക്ക് അങ്ങനെ തന്നെ ഭർത്താവിന് വേണ്ടി ആ വീട്ടിൽ പോയി എങ്ങനെ ജീവിക്കും, ഇതെല്ലാം അറിയാൻ വയ്യാത്ത ടെറിറ്ററിയിലേക്കാണ് നമ്മളെല്ലാവരും ഇറങ്ങുന്നതെന്ന് ഓർക്കണം. എല്ലാവരും. ഒരു ബ്രാഹ്മിൻ സ്ത്രീയെ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അവർ നമ്മുടെ നാട്ടിൽ തിരുവല്ലയിലുള്ള ഒരു കൊച്ചൻ്റെ കല്യാണം കഴിച്ചു. ഞാനപ്പം ബാംഗ്ലൂരിൽ പണ്ട് കാലത്ത് നടന്നതാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുക? ഞാൻ തിരുവല്ലയിൽ പോവുക. ഞാൻ ചോദിച്ചു, എന്താ? എൻ്റെ അമ്മായിപ്പൻ്റെ അമ്മായിമ്മയുടെയും കൂടെ താമസിക്കാൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ബ്രാഹ്മിനല്ലേ? ആണ്. ഇപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഞാൻ ചോദിച്ചു, അവർ സ്വീകരിക്കും, നിങ്ങളെ അവർ സ്വീകരിക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ പോവുകയാണ്. ഏതായാലും ഞാൻ ദൈവത്തെ കണ്ട വ്യക്തിയല്ലേ, അവർ വലിയ ദൈവത്തെ അറിയുന്നവരാണ്. ഞാൻ ആ സ്ത്രീയെ ഇവിടെ വന്ന് തിരുവല്ലയിൽ വന്ന് 2 മാസം കണ്ട് താമസിച്ച് പിന്നെ ഞാൻ അവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ സ്ത്രീ എന്നോട് പറയുന്നത് ഓർക്കുന്നുണ്ട്, ആൻറ്റി, ഈ പരിശുദ്ധാത്മാവ് എന്നെ ഉണ്ടായിരുന്നതിനാൽ അവിടുത്തെ അപ്പൻ എന്നോട് കാപ്പി ഇട്ടോ എന്ന് ചോദിക്കുമ്പം കാപ്പി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അത് ചെയ്തോ എന്ന് ചോദിക്കും, അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അവിടെ താമസിച്ച ദിവസങ്ങൾ ഒരിക്കലും എനിക്ക് ഒരു കലഹവും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അറിയപ്പെടാത്തതായ ടെറിറ്ററിയിലേക്ക് കാല് വെച്ചപ്പോൾ കൂടെ നിൽക്കുന്നതായ പരിശുദ്ധാത്മാവ് സഹായം ചെയ്തു കൊടുത്തു. ആ ഒരു ദൈവം ഇപ്പോഴും ഇല്ലേ? ആ പരിശുദ്ധാത്മാവ് നമ്മളിലില്ലേ? നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുമ്പേ പോകണ്ടേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ശരിയാ, നേരത്തെ പോയിട്ടില്ലാത്ത വഴി കൂടെ പോകുന്നത്. ഇവിടെ ജോഷുവായ്ക്ക് കൊടുത്തു, അവർ കനാൻ ദേശം പ്രാപിച്ചെടുത്തു. വാഗ്ദത്ത ഭൂമികൾ മുഴുവനും ഒട്ടുമുക്കാലും പ്രാപിച്ചെടുത്ത് ജോഷുവയുടെ കാലത്താണ്. നമ്മൾ യെശയ്യാ 60:18 പറയുന്നുണ്ട്, ഞാൻ മതിലുകൾക്ക് രക്ഷയെന്നതിൻ്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും. ആണോ? എൻ്റെ മതിലിന്മേൽ രക്ഷ, ഞാൻ രക്ഷിക്കപ്പെട്ട ഗണമാണ്. എൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും വാതിലുകൾക്ക് സ്തുതിയെന്നും എഴുതി വച്ചിരിക്കുകയാണ്. ഇവിടെ കയറുന്നവൻ സ്തുതിപ്പോടെ കയറി വരണം, അല്ലാത്തവരെല്ലാം അഴിഞ്ഞു പോകണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഭവനമാണ്. അത് ആരാ പറയേണ്ടത്? നമ്മളാ പറയേണ്ടി? വല്ലവരുമാണോ പറയേണ്ടി? എൻ്റെ വീട്ടിൽ ആരാന്നുള്ളത് ഞാനല്ലേ അറിയേണ്ടി? നമ്മൾ ഓരോരുത്തരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നാ അല്പനേരം മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുക. അതല്ല വേദപുസ്തകം എടുത്തിരുന്ന് വായിക്കുക. അതല്ല എങ്കിൽ തന്നെത്താൻ ഒരു മുറിയിലിരുന്ന് കുറച്ച് നേരം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം കേൾക്കുന്ന ദൈവമാണ്. ഞാൻ കർത്താവിനെന്ന് ചോദിച്ചു, സങ്കീർത്തനം 32:8, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴി കാണിച്ചിട്ട് നിനക്ക് ആലോചന ഞാൻ പറഞ്ഞു തരും. നമ്മുടെ ഭവനം ഒരു ബദലാക്കി മാറ്റിയൊക്കത്തുള്ളൂ. നമുക്ക് സംരക്ഷണം ചെയ്യുന്നത് ദൈവമാണ്. നമ്മൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. സങ്കീർത്തനം 1 പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ പോകരുത്. അത് ദുഷ്ടൻ്റെ ആലോചന വരുന്നത് എന്താ? സത്യത്തിൻ്റെ ആത്മാവിൻ്റെ വചനം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഈ റിബല്യസ് ക്യാരക്ടർ, അതായത് മടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏദൻ തോട്ടത്തിലെ പാപം ചെയ്തപ്പം തൊട്ട് തുടങ്ങിയതാണ്. നല്ലൊരു കാര്യം കൂടെ നമ്മളോട് പറഞ്ഞു കൊടുക്കുക, ഉടനെ അഴുക്ക് ചിന്തിക്കും. നമ്മൾ ഒരാളോട് നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ ആദ്യം പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് 2 അർത്ഥമുണ്ട്. അവരാ പറയുന്ന അർത്ഥത്തിൽ ഏറ്റെടുക്കൂല, അതിന് വേറെ അർത്ഥമുണ്ട്. ഉള്ളത് സത്യത്തിൽ സ്വീകരിക്കുക. ആ കാണുന്ന വ്യക്തിയെ കാണുന്ന രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്യുക. അവരിൽ ബലഹീനത കാണുക, അത് നമുക്കെന്ത്? ഞാനും ദൈവവുമായിട്ട് ഞാൻ കാണുമ്പോൾ അവരെ ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായയായിട്ട് എന്നെ കാണാൻ അവർക്ക് എന്നെയും ഞാൻ അവരെയും കാണാനുള്ള കൃപ ദൈവം ഇട്ടുതരണം. അല്ല, ഒന്നും നടക്കൂല. ആരെന്ത് പറഞ്ഞാലും ഉറച്ചു നിൽക്കാനുള്ള കൃപ ക്രിസ്തുവിലാണ് കിട്ടേണ്ടത്. ആണോ? പരിശുദ്ധാത്മാവ് ഉണ്ടോ നമ്മളിൽ? ദൈവത്തിൻ്റെ ആത്മാവ്, ഇത് പഴയ നിയമം പറഞ്ഞപ്പോഴാണ് ശുദ്ധീകരിക്കുക, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുന്നൊക്കെ പറഞ്ഞു. പുതിയ നിയമമായപ്പോൾ ഒരു വലിയ വ്യത്യാസം കൂടെ വന്നു കഴിഞ്ഞു. യോഹന്നാൻ്റെ 14:26 ഇങ്ങനെയാണ് വായിക്കുന്നത്,
എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. മറവി മാറ്റുന്നുണ്ടോ? എങ്കിലും പിതാവ്, യോഹന്നാൻ്റെ 14:26, എല്ലാവരും കാണാതെ പഠിക്കേണ്ട വാക്യ. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, ആര്? ക്രിസ്തുവിൻ്റെ പേരിൽ അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവും ക്രിസ്തു ഒന്ന് തന്നെ. എൻ്റെ നാമത്തിൽ, അതായത് പിതാവ് എൻ്റെ ക്രിസ്തുവിൻ്റെ പേരിൽ അയച്ച പരിശുദ്ധാത്മാവ് നമുക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യും. എല്ലാത്തിൻ്റെ ഉപദേശം അന്നേരം നമ്മൾ ദൈവത്തോട് മാറി നിൽക്കരുത്. ബി വിത്ത് ഹിം ഓൾ ദ ടൈം. അല്പനേരം നമുക്ക് സങ്കടം തോന്നാം, മാറി എന്നുവെച്ച് തിരിച്ചു കടന്നു വരണം. അനുതാപത്തോടുകൂടി കടന്നു വരണം. ക്ലെൻസസ് അവേഴ്സൽസ് എവറി ഡേ. ഈ കേരളീയക്കാരെ പറഞ്ഞുകൊണ്ട് നമ്മളെന്നും കുളിക്കുന്നവരാണ്. നമുക്ക് കുളിക്കാതിരിക്കാനൊക്കത്തില്ല. അതുപോലെ വെള്ളമുണ്ടല്ലോ നമുക്ക്, അതൊരു ഭാഗ്യമാണ്. തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ കുളിക്കുന്ന ഒരു ലക്ഷറിയാണ്. നമ്മൾ ഓൾഡൻ ബുക്സിലൊക്കെ ഈ ബ്രിട്ടീഷ് എംപയറിലൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവിടുത്തെ രാജ്ഞിമാർ വർഷത്തിൽ ഒരിക്കലേ കുളിക്കത്തുള്ളായിരുന്നു. ഒന്നാമത് തണുപ്പ്, പിന്നെ വെള്ളത്തിൽ കുളിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് ഇല്ലേ? ആരല്ലേ അതിനെക്കുറിച്ച് ചിന്തിച്ചു? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ എന്നും ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. അവൻ ഇന്നലെ ശുദ്ധീകരിച്ച് വെച്ച് ഇന്ന് വേണ്ടെന്ന് പറയുന്നവനല്ലെന്ന്. കൊച്ചു പൈതങ്ങളെ നമ്മൾ കുളിപ്പിക്കുന്നത് പോലെ ദിനം പ്രതി അവൻ്റെ അടുക്കൽ ചെന്ന് ശുദ്ധീകരണം പ്രാപിച്ചെടുക്കുക. അവൻ്റെ ഉപദേശം ദിനം പ്രതി വാങ്ങിച്ചെടുക്കുക. അവൻ്റെ ജീവമന്ന ദിനംതരി ഭക്ഷിക്കുക, ബലപ്പെടുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ഉപദേശം പറഞ്ഞു തരും. എൻ്റെ അളവ് നൂല് മനോഹര ദേശത്താണ് വീണിരിക്കുന്നത്, നീയാണ് എൻ്റെ ഓഹരി. ഇതെല്ലാം പറഞ്ഞു വെച്ച് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ മറന്നു പോകുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല. മറവി വല്ലതായിട്ടുണ്ട് കർത്താവ്. ഇമോഷൻസ് വരുമ്പം പഠിച്ച വചനം എല്ലാം മറന്നു പോവുക. എന്നാൽ ആരെങ്കിലും ഒന്ന് ഓർപ്പിച്ചാൽ, പല രോഗികളായിരിക്കുന്നിടത്ത് അടിയൻ ചെല്ലുമ്പോൾ അവരോട് ഒരു വാക്യം, യഹോവ എൻ്റെ ഇടയനെന്ന്, പിന്നെ ബാക്കി മുഴുവൻ അവർ പറയും. ഒരാളൊന്ന് തുടക്കമിട്ടാൽ മതി. നന്മയുടെ തുടക്കമായിട്ട് ഈ പ്രാർത്ഥന കടന്നു വരട്ടെ. ഓരോ ദിവസവും രാവിലെ തോറും നീ അയക്കുന്ന വചനങ്ങൾ നിൻ്റെ നാമത്തിൽ ഫലം കായ്ക്കണം. അത് നൂറുമേനിയായിട്ട് വർദ്ധിച്ചേ പറ്റൂ കർത്താവ്. അത് കുടുംബങ്ങളിൽ ചെന്ന് കൊള്ളുക തന്നെയല്ല, പാഴ്നിലങ്ങളിൽ പോലും ജീവവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല നിലമാക്കി നല്ല വിത്തിട്ട് കിളിപ്പിക്കണം. അതേ കർത്താവ്, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് പാഴായിട്ട് കിടന്ന സ്ഥലം ഇപ്പോൾ മരുഭൂമി ഉദ്യാനമായിട്ടും ഉദ്യാനം വനമാക്കി മാറ്റിത്തരുന്ന ദൈവം നീ. ആ വനത്തിലില്ലാത്ത ഏത് സമ്പത്ത് എല്ലാം ഉണ്ടപ്പച്ച. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞ് അനുഭവിക്കാൻ ഞങ്ങളെ, ഞങ്ങളുടെ തലമുറകളെയും നീ മാറ്റി നിർത്തിയിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. വൻകരങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു കഴിഞ്ഞതിന് സ്തോത്രം. വചനം അയച്ചത് ചെന്ന് കൊണ്ട് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. അങ്ങനെ തന്നെ ചെയ്തതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.